വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിതാ അങ്ങനെ കണ്ണൂരിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഇതാ ചാല ബൈപ്പാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മളെ മിംസും അതുപോലെ ബേബി മെമ്മോറിയലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇതാ പുതിയ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളിതാ പോകുന്നത് തന്നെ ഇതാ നല്ലൊരു പ്രകൃതി ഭംഗിയായിട്ടുള്ള നല്ലൊരു നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വടകര MRIയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, അതുപോലെ ഒരാൾ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്, പിന്നെ അതുപോലെ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിന്, ചിക്കൻ 65 കൂടി പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ എല്ലാം കൂടി കഴിക്കലാണ്. ഞാനിത് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ 65 കൂടിയിട്ട് കഴിക്കലാണ്. ഫുഡൊക്കെ ഒരു ആവറേജ് ആണ് കേട്ടോ. പിന്നെ ഇതാ പുറത്തിറങ്ങിയപ്പോൾ ഇതാ നല്ല അടിപൊളി സ്വീറ്റ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. നമ്മളിതാ കുറച്ച് ജ്യൂസ് പാർസലാക്കിയിട്ട് ഇതാ പിന്നെയും യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എവിടത്തേക്കാണ് പോകുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പോകുന്നത് കോഴിക്കോട് ഇപ്പോൾ ഇതാ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന റീലിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കാര്യത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളിതാ അങ്ങനെ ഏകദേശം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. എന്താ കോഴിക്കോട് എത്തി ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ നമുക്കിതാ മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇവിടെ ഇതാ അധികം കൃഷിയും റബ്ബറൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതുപോലെ ഇതാ ധാരാളമായി കവുങ്ങിൻ തോട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇതാ നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ പ്ലേസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഇതാ പച്ചപ്പും അതുപോലെ ഇതാ വാട്ടർഫോൾസും അതുപോലെ നല്ല പോൺസ്, എന്താ പറയുക, നമ്മൾ ഈ നദിയിലെ അതുപോലത്തെ ഒരു അരുവിയും കൂടി ഇതാ സൈഡിലൂടെ ഒഴുകുന്നുണ്ട്. നല്ല കുട്ടികൾക്കൊക്കെ ഇതാ നീന്താനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്. അതുപോലെ ഇതാ നല്ല പ്യുവർ വാട്ടറും കൂടിയാണ് കേട്ടോ ഇതിലൂടെ ഒഴുകുന്നത്. നമ്മളിത് സ്വിറ്റ്സർലൻഡും അതുപോലെ കാശ്മീരൊക്കെ കാണുന്നത് പോലെ നല്ലൊരു പ്ലേസ് തന്നെയാണ്. എന്താ പറയുക, ഇത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങൾ പോയിട്ട് തന്നെ അവിടെ പോയിട്ട് കണ്ടിട്ട് തന്നെ അറിയണം. ഇതാ നല്ലൊരു ക്ലിയർ വാട്ടറാണ് കേട്ടോ. നമുക്കിതാ അതിൻ്റെ അടിയിലുള്ള പെബിൾസൊക്കെ ഇതാ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇതാ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇതാ നിറയെ മലയും അതുപോലെ കോടൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു പ്ലേസ് തന്നെയാണ്. ഇവിടെ എത്തിയപ്പം തന്നെ ഇതാ നമ്മൾ കാശ്മീർ മറ്റും പോയ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായത്. കോടൊക്കെ ഇതാ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ. അധികം വെള്ളമുള്ള ടൈം ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. പിന്നെ ഇത് കുറച്ചങ്ങോട്ടൊക്കെ ഇതാ നമുക്ക് പോയിട്ട് നല്ലൊരു ഫോട്ടോഷൂട്ടും കൂടി ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ഞാനിത് അധികം വെള്ളത്തിൽ ഇതൊന്നും നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അവിടെ കുട്ടികളൊക്കെ ഇത് കുളിക്കുന്നൊക്കെ ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസിയും കൂടി കീപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഇത് ആ ഒരു ഇപ്പം കാണിച്ചിട്ടില്ല ആ ഒരു മലമ്പന്നാണ് കേട്ടോ ഈ വെള്ളമൊക്കെ വരുന്നത്. ഇത് ചെറിയ അരുവിയൊക്കെ ഉണ്ട് സൈഡിലൂടെ. ഇത് കോഴിക്കോട് കാര്യത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. കക്കായം ഡാമിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റും കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Bye. Thanks for watching.